മറ്റൊരു രസകാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വെറൈറ്റി വിഭവമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ പരിപാടി വിഭവം എന്താന്ന് വെച്ചതാ, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ? ഇതാണ് നമ്മുടെ ചെറുപയർ. ഈ ചെറുപയർ ഞാനിപ്പോ വറുത്ത കാരണോണ്ട് ഇങ്ങനത്തെ കളർ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന് ഞാൻ പൊടിച്ചതിന് ശേഷം പറയാം. അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നത് ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ഇത്രയും നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു പരിപാടിയിൽ മിനിക്ക് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ തരുന്ന കപ്പലണ്ടിയാണ് നമ്മുടെ നിലക്കടല എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. ഇത് വറുത്ത കപ്പലണ്ടിയാണ് കേട്ടാ, നമ്മ തന്നെ വറുത്ത കപ്പലണ്ടിയാണേ. വെറുതെ ഒന്ന് നമ്മുടെ ചെറുപയർ പൊടിച്ചത് കണ്ട നല്ല അടിപൊളിയായിട്ട് പൊടിച്ചിട്ട് നമുക്കപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അയ്യോ പറക്കണേ, വറുത്ത ചെറുപയറാണത്. എന്നാലും ഒന്നാണ് നെയ്യിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. റോസ്റ്റ് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് ഇളക്കി കൂട്ടിയെടുത്തിട്ട് ഇതിനകത്തോട്ട് വേറൊരു സാധനമുണ്ട്, അതും കൂടി ചേർക്കാം. അതാണ് വേറെ ഒന്നല്ല, കുഞ്ഞോളെ ഇടച്ചിട്ട് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഉറക്കി കിടത്തിയിട്ടൊക്കെ നന്നായി ചെയ്യണേട്ടാ. മണി നോക്കണ്ട, 11:30 അതൊക്കെ വെച്ചെടുക്കാം. ശർക്കര പാനി, ഇത് ശർക്കര പാനിയാണ്. ഇപ്പോഴും നമ്മ എന്താണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മുടെ ചെറുപയർ ലഡു. ചെറുപയർ പൊടിച്ചെടുത്ത് വേറെ എന്താണ് കെമിക്കലൊന്നും ചേർക്കാണ്ട് നമുക്കൊരു ലഡു ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള എന്താ പറയാ ഗുണങ്ങൾ കൂടുതലുള്ള ഒരു ലഡു. ഇനി നമുക്കിത് കുറച്ച് നേരം ഇട്ടിരിക്കട്ടെ കേട്ടാ. അപ്പൊ ചെറുന്ന് ഇതോടെ അടച്ചു വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ലഡു ഒക്കെ നന്നായിട്ട് ഉരുട്ടി വരൂലേ, ഉണ്ടയായിട്ടല്ലേ ഇരിക്കണം. അപ്പൊ നമുക്ക് ഉണ്ടയായിട്ടെടുക്കാം. അപ്പൊ ഒരു ലഡു ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയും ഷേപ്പൊക്കെ. അപ്പൊ ഇതൊക്കെ ഉരുട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേന്ന് പറയണ്ടേ. ഇതിനകത്ത് ചേർത്തത് ചെറുപയർ വറുത്ത് പൊടിച്ച്, ചൂടും കിട്ടുന്നാലും ചെറുപയർ വറുത്ത് പൊടിച്ച്, പിന്നെ കപ്പലണ്ടി ഇട്ട് ശർക്കര പാനി ഒഴിച്ച്, പിന്നെ ഒഴിച്ചത് നെയ്യ് ഒഴിച്ച്, വേണമെങ്കിൽ മണത്തിന് ഏലക്കായൊക്കെ ഇതാട്ടാ, അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെതാ ഒരു കുഞ്ഞിലിടു എടുത്തു. രാത്രി ആയതിന്റെ പേരിൽ ഒരു കുഞ്ഞിലിടുവാണ് എടുത്തേക്കണത്. വലിയതൊക്കെ നമുക്ക് നാളെ കഴിക്കാം. അപ്പൊ എന്ത് നോക്കട്ടെ. മധുരമൊക്കെ ഉണ്ട്, കപ്പലണ്ടിയും കടിക്കാൻ കിട്ടിയും, നെയ്യിന്റെ ടേസ്റ്റ് ഉണ്ട്. ചെറുപയറാണെന്ന് പെട്ടെന്ന് ആരും പറയൂല. നമ്മൾ ഉണ്ടാക്കിയേക്കണതിന്റെ ഒരു നമുക്കറിയാം ചെറുപയറാണെന്നുള്ളത്. പക്ഷെ കഴിക്കണവർക്ക് എന്തിലിടുവാണെന്നുള്ളത് മനസ്സിലാവൂല. നമ്മ പറഞ്ഞല്ലോ കൊടുക്കണം. അപ്പൊ അത്രയും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഡു ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഈ സൈസിലുള്ള 14 കിട്ടിയേക്കണം. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് റെഡിയാക്കി വെക്കാം. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ